ഹലോ. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി മട്ടൻ ബിരിയാണി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് നമ്മളെ നേരിയ അരിയില്ലേ, ജീരകശാല അരി, അതെടുക്കാം. എന്നിട്ട് അത് നല്ലോണം കഴുകിയിട്ട് നമുക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 കപ്പ് അരിയായതുകൊണ്ട് ഞാൻ 3 ഉള്ളി എടുത്തിട്ടുള്ളത്. 3 ഉള്ളി 2 തക്കാളി, പക്ഷെ ഞാൻ 1.5 ആട്ടോ എടുത്തേ. 3 ഉള്ളി 1.5 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. പിന്നെ എടുത്ത വെളുത്തുള്ളിക്ക് നാട്ടിലത്തെ അത്ര സ്ട്രോങ് ഇല്ല കേട്ടോ, അത് അത്ര എടുത്തിന്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സ്പീഡിൽ പെട്ടെന്നൊന്ന് കട്ട് ചെയ്ത് വെക്കാം. തക്കാളി മുറിക്കാൻ ഇതപ്പം ഇങ്ങനത്തെ കത്തിയാണ് നല്ല, അപ്പം നമുക്ക് സ്പീഡിൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ തക്കാളിയും കൂടി കട്ട് ചെയ്ത് വെച്ച് ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇല്ലേ, അതൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഇഞ്ചി അപ്പോൾ നമ്മളെ വെളുത്തുള്ളിനെക്കാട്ടിൽ കുറച്ച് കുറവേ എടുക്കണം കേട്ടോ. ഇഞ്ചിൻ്റെ ഒരു കുത്തൽ കൂടുതലാകുമ്പോൾ മസാല അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് അവിടെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇറച്ചിയെല്ലാം നമ്മളെ ഇഷ്ടത്തിന് കൂട്ടാൻ കുറക്കെല്ലാം ചെയ്യാട്ടെ. ഇത് നല്ലോണം ഉപ്പും മഞ്ഞൾപ്പൊടി വിനാഗിരി ഇട്ടിട്ട് കഴുകി വെച്ചതാണ്. ഇനി അതിൽ നമ്മളിപ്പം അരിക്ക് കണക്കായിട്ട് ഉള്ളി മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇറച്ചിയെല്ലാം നമുക്ക് കൂട്ടാൻ കുറക്കെല്ലാം ചെയ്യാം. ഇനിയിപ്പോൾ ഇത് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഇതാ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ടുണ്ടായില്ലേ, അതിൽ നിന്നൊരു സ്പൂണും നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് എന്താക്കാം, നല്ലോണം ഒന്ന് മിക്സാക്കാം. നല്ലോണം മിക്സാക്കിയിട്ട് ഒറ്റ വെള്ളം ഒഴിക്കാണ്ട്, തീരെ വെള്ളം ഒഴിക്കാണ്ട് എന്താക്കാം, പ്രഷർ കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 5-6 വിസിലും അടിച്ചാൽ നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് ജ്യൂസി മീറ്റ് റെഡി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മസാല ആക്കാൻ വേണ്ടിയിട്ട് പാന് വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ 3 ഉള്ളിയല്ലേ കട്ട് ചെയ്തിട്ടുണ്ടായിന്, അതിന് പകുതി ഇപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് പകുതി ഇപ്പിട്ടിട്ട് നമ്മൾ നല്ലോണം എന്താക്കാം, അതിനെ ഇങ്ങനെ നമ്മൾ പൊരിച്ച പോലെ ഗോൾഡൻ ബ്രൗൺ ആവില്ലേ, ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ കണ്ട ഇങ്ങനെ ആവുമ്പോൾ നമ്മളെന്താക്കാം, നമ്മളെ ബാക്കിയുള്ള പകുതിയില്ലേ അതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ലോണം വാട്ടിയെടുക്കാം. എന്നിപ്പോൾ ഇതാ ഉള്ളി റെഡിയായി. അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത ബാക്കിയില്ലേ, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിൻ്റെ ബാക്കി, അതും കൂടി ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ പച്ച ചുവയെല്ലാം പോകുന്നവരെ ഒന്ന് മിക്സ് ആക്കാം. ഞാൻ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ ഈ ഇറച്ചിയിൽ ഉപ്പിട്ടതല്ല, അപ്പോൾ ഉള്ളിൽ നോക്കിയിട്ടിട്ടാൽ മതി. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല. ബിരിയാണിയിലപ്പോൾ ഈ ഇത്ര പൊടികളാണ് ടേസ്റ്റ്. നമ്മൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടോ പറയാം. ഇതാണ് ശരിക്കും ബിരിയാണിൻ്റെ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇതാ പൊടിൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത തക്കാളി ഇല്ലേ, അതിലിട്ട് കൊടുക്കാം. അതിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് തക്കാളിനെ നല്ലോണം വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും പുതിനയും ഇത് രണ്ടും കൂടിയിട്ട് എന്താക്കാം, കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പുതിന എന്തായാലും ഇടണം, പ്രത്യേകിച്ച് മട്ടനും ഫിഷിനും പുതിന വരുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതും കൂടി മിക്സാക്കിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടനില്ലേ, അത് അതിൽ ഇത് കണ്ട ഞാൻ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല. അതിലിപ്പോൾ നല്ല ഗ്രേവി ഇല്ലേ, ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്രേവി വറ്റിച്ചിട്ടിട്ട് കൊടുക്കട്ടെ. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ഇങ്ങനെ ചേർക്കുമ്പോൾ ഓവർ എന്തായാലും നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഓവർ ഉണ്ടാവില്ല. ഈ മട്ടൻ തന്നെ ഇറങ്ങി വരുന്ന ഗ്രേവിയെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ച് വറ്റിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഗരം മസാല ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് മസാലയുടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ചോറിന് വേണ്ടിയിട്ട് പാത്രം വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഗീ ഇട്ട് കൊടുക്കാം.
ഗീ ഇട്ടിട്ട് എന്താക്കാം, ഞാൻ ചോറിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഉള്ളി ഞാൻ 2 റൗണ്ടായിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ എണ്ണ തന്നെ നമുക്ക് ചോറിന് കൊടുക്കാം. ഉള്ളി പൊരിച്ച എണ്ണ തന്നെ ചോറിന് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം പൊരിച്ച് മാറ്റിയിട്ട് എന്താക്കാം, നമ്മളെ ഇതില്ലേ 2 ഗ്രാമ്പു 3 ഏലക്കായ 1 കഷ്ണം പട്ട ഇതിട്ടിട്ട് അത് പൊട്ടി വരുമ്പോൾ 3 കപ്പ് അരി ആയതുകൊണ്ട് 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ആ ക്ലിപ്പ് കട്ട് ചെയ്തതാണ്. വെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ട് എന്താക്കാം, തിളക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കാം. ഇനിയിപ്പോൾ ഇതാ വെള്ളം നല്ലോണം തിളച്ചിട്ടാകുമ്പോൾ എന്താക്കാം, നമ്മളെ ഫസ്റ്റ് കഴുകിയിട്ട് മാറ്റി വെച്ച അരിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇടുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അരി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാൻ വേണം. ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് എന്താക്കാം, ഈ വെള്ളമുള്ള സമയത്ത് തന്നെ ഉപ്പെല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ തിളച്ചിട്ടാകുമ്പോൾ എന്താക്കാം, നമ്മൾ ഈ ദമ്മിടുമ്പോൾ അടിയിൽ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ട് ദമ്മിടൂലേ, സെയിം അതുപോലെ അടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മേലെയാണ് ദമ്മ് വെക്കൽ, ദമ്മിന് പാത്രം വെക്കൽ. അപ്പോൾ ഇത് അതിൻ്റെ മേലെ ഈ പാത്രം വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റ് ചോറ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ മേലെ 1 സ്പൂണും കൂടി ഗീ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് പൊരിച്ച് വെച്ച ഉള്ളിയില്ലേ അതിലേക്ക് മല്ലിച്ചപ്പും ഇതും കുറച്ച് ഗരം മസാല ഇട്ടിട്ട് മിക്സ് ആക്കിന് കേട്ടോ. അതവിടെ മാറ്റി. ഇതിൽ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മളെ ഇതില്ലേ പൈനാപ്പിൾ, ക്യാരറ്റ് എല്ലാം ഇടാം. നമുക്ക് ഇഷ്ടമുണ്ട് ഇടാം, എനിക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇതാ ഞാൻ ചോറിന് 3 പോർഷനും മസാലനെ 2 പോർഷനും ആക്കിയിട്ട് ദമ്മിടാം. ചോറ് അതിൻ്റെ മേലെ നമ്മളെ ഉള്ളിൻ്റെ ഇത്, പിന്നെ ഇറച്ചി മസാല, പിന്നെ ഇതാ ചോറ്, മസാല, ഉള്ളി, അങ്ങനെ ആയിട്ട് നമ്മളിതിനെ ദമ്മിടാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇത് ഒരു 10 മിനിറ്റ് ദമ്മ് വെക്കാം. അടിയിൽ എന്തെങ്കിലും വെക്കണം കേട്ടോ. എന്നിട്ട് ദമ്മ് പൊട്ടിക്കുന്ന സീൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.